CMS മിഷണറി ആയിരുന്ന ഹെൻറി ബേക്കർ ജൂനിയറെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചില വാർത്തകൾ അടുത്തയിടെ കാണുകയുണ്ടായി. 2 ദിവസങ്ങൾക്കു മുൻപ് മലയാള മനോരമയിൽ വീണ്ടും അത്തരമൊരു വാർത്ത വായിക്കുവാനിടയായി. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ ശ്രദ്ധിക്കുക. കേരള സമൂഹത്തിന്റെ മുൻപാകെ CSI സഭ തങ്ങളുടെ മിഷണറിമാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഉദ്യമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ആർപ്പൂക്കര എന്ന പ്രദേശത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. CMS മിഷണറിമാരുടെ വിഹാര കേന്ദ്രമായിരുന്നു ആർപ്പൂക്കര. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി തുടങ്ങിയപ്പോഴേക്കും ആർപ്പൂക്കരയിലുള്ള ഈഴവ സമുദായത്തിലെയും പുലയ സമുദായത്തിലെയും ചിലരെ മതം മാറ്റുവാൻ CMS മിഷണറിമാർക്ക് സാധിച്ചു. രാജ്യദ്രോഹികളായ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു എന്ന കാര്യം കേരളത്തിലെ ഹിന്ദുക്കൾ വിസ്മരിക്കരുത്. ബ്രിട്ടന്റെ കോളനി രൂപീകരണങ്ങളും ഇതേ തുടർന്ന് 1860, 1780 കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായ വ്യവസായ വിപ്ലവവും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കരുത്തേകിയിരുന്നു എന്ന കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കണം. ആവി യന്ത്രങ്ങളിൽ തുടങ്ങി ടെക്സ്റ്റൈൽ മെഷീനറിയിലേക്കും മറ്റു പല യന്ത്രങ്ങളുടെ നിർമ്മിതിയിലേക്കും ഇംഗ്ലണ്ട് കാലെടുത്തു വെച്ചു. ഇതിൻ്റെ ഭാഗമായി പ്രിന്റിംഗ് പ്രസ്സുകളും നിർമ്മിക്കാൻ തുടങ്ങി. 1440-50 കാലഘട്ടത്തിലാണ് ജോനാസ് ഗുട്ടൻബർഗ് എന്ന ജർമ്മൻകാരൻ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ പ്രാകൃത രൂപം നിർമ്മിച്ചതെങ്കിലും അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് വ്യാവസായിക വിപ്ലവത്തോട് അനുബന്ധിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ തുടങ്ങിയത്. മതപരിവർത്തന ലക്ഷ്യങ്ങൾക്ക് ഗുണകരമാകും വിധത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചിരുന്ന അച്ചടി യന്ത്രങ്ങൾക്കുള്ള മാർക്കറ്റ് ഇന്ത്യയിൽ തുറന്നുകൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറയാം. തദ്ദേശീയരെ ക്രിസ്തുമതത്തിലേക്ക് മാർഗം കൂട്ടുന്നതിനായി ക്രിസ്തുമത പ്രോപ്പഗാൻഡയ്ക്ക് ഉതകും വിധം മലയാളത്തിലുള്ള പ്രിന്റിങ്ങും എഴുത്തുകളും മറ്റും അനിവാര്യമായി തീരുകയും അവർ അത്തരം ജോലികളിൽ സ്വാഭാവികമായി ഏർപ്പെടുകയും ചെയ്തു. അല്ലാതെ ദേശസ്നേഹം കൊണ്ടോ മലയാള ഭാഷയോടുള്ള പ്രേമം കൊണ്ടോ അല്ല അവർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടത്. ഇതെല്ലാം കണക്കിലെടുത്താൽ കേരള സമൂഹ വിധ്വംസകരായ ക്രിസ്ത്യൻ മിഷണറിമാരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ കണ്ടു നിൽക്കാനാവില്ല. ഇതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം. എന്തായാലും മലയാള ഭാഷ കണ്ടുപിടിച്ചത് ഇവന്മാർ അല്ലല്ലോ. ഇനിയും പറയാൻ പോകുന്നതിന് ഇവിടെ രേഖാപരമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ടുകൾ വീണ്ടും ശ്രദ്ധിക്കുക. 1867 കോട്ടയം ആർപ്പൂക്കരയിലെ മതം മാറ്റപ്പെട്ട ചോകോന്മാർക്കും പുലയന്മാർക്കും പ്രത്യേകമായി 2 ഇടവകകൾ ഉണ്ടായിരുന്നു. ചോകോന്മാരെയും പുലയന്മാരെയും മതം മാറ്റാനായി പരിശ്രമിച്ചവരിൽ പ്രധാനി ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറിയായിരുന്നു. അയാളുടെ കീഴിലാണ് ഈ ഇടവകകൾ പ്രവർത്തിച്ചിരുന്നത്. ഈ 2 ഇടവകകളെ തമ്മിൽ കൂട്ടിക്കലർത്താൻ അയാൾ ശ്രമിച്ചിരുന്നു. ഇതിൽ പുലയ സഭയിലെ അംഗങ്ങളിൽ കുഴപ്പക്കാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു. കലഹോത്സുകരായ, കലഹപ്രിയരായ, ആക്രമിക സ്വഭാവമുള്ള, പെട്ടെന്ന് പ്രക്ഷുബ്ധരാകുന്ന ഈ പുലയന്മാരെ ഹെൻറി ബേക്കർ ജൂനിയർ സമൂഹത്തിൽ തകരാറുണ്ടാക്കുവാൻ നിയോഗിച്ചിരുന്നു. ഹെൻറി ബേക്കർ ഈ വക പിന്നാക്കങ്ങളെ ഒരു കാര്യവുമില്ലാതെ നായർ നമ്പൂതിരി സമുദായാംഗങ്ങളെ അലോസരപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ അടുക്കിലേക്ക് പറഞ്ഞുവിട്ട് ഇപ്രകാരം സവർണ സമുദായ അംഗങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു. പുലയന്മാരുടെ ഈ പ്രകോപനങ്ങൾ ചിലപ്പോൾ അടിപിടിയിൽ കലാശിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ പുലയന്മാർക്ക് കണക്കിന് തല്ല് കിട്ടിയിരുന്നു. ചിലപ്പോൾ ലോക്കൽ അധികാരികളോട് പറഞ്ഞ് അവരെ ലോക്കപ്പിൽ ആക്കിയിരുന്നു. ഈ നാടകത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരുടെ തിരക്കഥയും സംവിധാനവും പ്രകാരമാണ് ഇതെല്ലാം അരങ്ങേറിയിരുന്നത്. ഉടൻ തന്നെ ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ പുലയന്മാരെ പീഡിപ്പിക്കുന്നത് എന്ന് ഹെൻറി ബേക്കർ ഉൾപ്പെടുന്ന പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മിഷണറി സംഘം ഉന്നത അധികാരികളോട് പരാതിപ്പെട്ടിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും അടങ്ങുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
ഇത് മിഷണറിമാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നെന്ന കാര്യം നാം മറക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വെളിപ്പെടുത്തിയത് ഈ ഹീനകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന മിഷണറി ഹെൻറി ബേക്കർ തന്നെയാണ്. മറ്റൊരു CMS മിഷണറിയായ WS ഹണ്ട് രചിച്ച പുസ്തകത്തിൽ ബേക്കർ പറഞ്ഞ വാചകങ്ങളെ അതേപടി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുക. P. ശങ്കുണ്ണിമേനോൻ രചിച്ച 1878 പ്രസിദ്ധീകരിച്ച ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിധ്വംസക പ്രവർത്തികളെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട്. ആ പുസ്തകത്തിലെ 506, 507 മുതലായ പേജുകൾ കാണുക. ഒരു ദേശത്തെ നാട്ടുനടപ്പുകൾ ലംഘിക്കാൻ ശ്രമിക്കുന്നത് വിധ്വംസകമായ പ്രവൃത്തിയാണ്. മറ്റൊരു സംസ്കാരം പിന്തുടരുന്ന ഏതു സമൂഹത്തിൻ്റെയും നാട്ടുനടപ്പുകളെയും ആചാരങ്ങളെയും മാനിക്കാതെ അവ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ആധുനിക കാലത്ത് ഭീകരപ്രവർത്തനം എന്നു പറയുന്നതിൻ്റെ ഒരു വകഭേദമാണ്. കേരളത്തിൽ എത്തിയ ക്രിസ്ത്യൻ മിഷണറിമാർ ഭീകരപ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. ഈ ഭീകരപ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ പുലയ അടിമത്തം ഉണ്ടെന്ന കള്ളപ്രചാരണത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഏർപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകളുടെയും ജെസ്യൂട്ട് മിഷണറിയായ അബേഡുബോയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കുറിപ്പുകളുടെയും പിൻബലത്തോടെ വൈദേശിക അധിനിവേശങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ പോലും അടിമത്ത വ്യവസ്ഥിതി ഇല്ലായിരുന്നു എന്ന് നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയും. ഭാരതീയ സനാതന സംസ്കാരത്തിന് കീഴിൽ ഉൽപാദന മേഖലയിലോ മറ്റിടങ്ങളിലോ അടിമത്തം ദർശിക്കുവാൻ സാധിക്കില്ല. ചരിത്രപരമായ രേഖകൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടും കേരളത്തിൽ അടിമത്ത വ്യവസ്ഥിതി അതിപ്രാചീന കാലം തൊട്ട് നിലനിന്നിരുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തുവാൻ കള്ളപ്പാതിനിമാർക്ക് സാധിച്ചു. കേരളീയ സമൂഹത്തിൽ ധാർഷ്ട്യത്തിൻ്റെയും അച്ചടക്കരാഹിത്യത്തിൻ്റെയും സത്യത്തിന് നിരക്കാത്തതായ നിഷേധാത്മകമായ നിലപാടുകളുടെയും സജ്ജന നിന്ദയുടെയും അധാർമികമായ വിലപേശലുകളുടെയും വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ കച്ചവടങ്ങളുടെയും ഇപ്രകാരമുള്ള അധാർമികതകളുടെ വിത്തുപാകിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഉദാത്തമായ ഭാരതീയ സാമൂഹ്യ മൂല്യങ്ങൾ ഇപ്രകാരം അട്ടിമറിക്കപ്പെട്ടു. കേരളത്തിൽ സനാതന മൂല്യങ്ങൾക്ക് ക്ഷതമേൽപ്പിച്ച് അവയെ പിഴുതെറിയാനാണ് മിഷണറിമാർ ശ്രമിച്ചത്. പക്ഷേ അവന്മാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായി വിജയിച്ചില്ല എന്നു പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. ജയ് ഭാരത് മാതാ.